വിദ്യാർത്ഥികളുടെയും യുവജനങ്ങളുടെയും ഭാവിയെ തകർക്കുന്നതാണ് കേന്ദ്ര സർക്കാർ നയങ്ങളെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം പി. സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കും അഴിമതിക്കുമെതിരെ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് അദ്ദേഹം കൊല്ലത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പരീക്ഷാ സംവിധാനങ്ങളെ തകർത്ത് വിദ്യാർത്ഥികളുടെ ഭാവി കേന്ദ്ര സർക്കാർ പന്താടുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. രാജ്യത്തിന്റെ ചരിത്രത്തിൽ വലിയ തോതിൽ ഭരണപരമായ പരാജയങ്ങളും അഴിമതിയും അധികാര ദുർവിനിയോഗവും ഒരുമിച്ചു കണ്ട കാലഘട്ടം അപൂർവമാണെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം പി കൊല്ലത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ രാജ്യത്തെ യുവജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ ദേശീയ ചർച്ചയാക്കി മാറ്റിയിരിക്കുകയാണ്. അഴിമതിക്കെതിരെ സീറോ ടോളറൻസ് എന്ന മുദ്രാവാക്യം ഉയർത്തി അധികാരത്തിലെത്തിയ BJPയുടെ യഥാർത്ഥ മുഖം ഇന്ന് രാജ്യത്തിന് മുന്നിൽ അനാവൃതമാണ്. രാമക്ഷേത്ര നിർമ്മാണത്തിനായി രാജ്യത്തെ കോടിക്കണക്കിന് വിശ്വാസികൾ നൽകിയ സംഭാവനകളിൽ 200 കോടിയിലധികം രൂപയുടെ തട്ടിപ്പും ക്രമക്കേട് നടന്ന റിപ്പോർട്ടുകൾ അതീവ ഗുരുതരമാണെന്നും അദ്ദേഹം പറഞ്ഞു. രാമന്റെ പേരിൽ വോട്ട് ചോദിക്കുകയും വിശ്വാസത്തെ രാഷ്ട്രീയ നേട്ടത്തിനായി ഉപയോഗിക്കുകയും ചെയ്ത BJPക്ക് രാമക്ഷേത്ര ഫണ്ടിന്റെ കണക്ക് പോലും ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ കഴിയുന്നില്ല. ചോദ്യങ്ങൾ ചോദിക്കുന്നവരെയും അവർക്ക് വേണ്ടി സംസാരിക്കുന്ന രാഹുൽ ഗാന്ധിയെയും ആക്രമിക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നത്. ഈ വിശ്വാസത്തിന്റെ പേരിലും ദൈവത്തിന്റെ പേരിൽ അല്ലെങ്കിൽ പേരിലുമൊക്കെ BJP നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രചരണത്തിൽ ഒട്ടും ആത്മാർത്ഥതയില്ല എന്നതിന്റെ തെളിവാണ് അയോധ്യ അടക്കമുള്ള ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ നടന്നിരിക്കുന്ന കൊള്ള. അതുകൊണ്ട് BJPക്ക് വിശ്വാസത്തോടോ അല്ലെങ്കിൽ അമ്പലങ്ങളിലെ വിശ്വാസത്തിലോ അല്ലെങ്കിൽ അവരുടെ വിശ്വാസം കപട വിശ്വാസമാണ് തെളിയുകയാണ്. പകരം ഈ അമ്പലങ്ങളിലുള്ള സ്വത്ത് മോട്ടിക്കാനും കൊള്ളയടിക്കാനും വേണ്ടിയാണ് അമ്പലങ്ങൾ അവരുടെ കൈകളിൽ ഒതുക്കാൻ അവരുടെ നിയന്ത്രണമാക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ള തെളിവാണത്. കഴിഞ്ഞ 10 വർഷമായി പരീക്ഷാ സംവിധാനങ്ങളെ തകർത്തു. വിദ്യാർത്ഥികളുടെ ഭാവി BJP സർക്കാർ പന്താടുന്നു. ദേശീയ തലത്തിലുള്ള പരീക്ഷകളിൽ ആവർത്തിച്ചുള്ള ചോദ്യപേപ്പർ ചോർച്ചകളും ക്രമക്കേടുകളും തെളിയിക്കുന്നത് പരീക്ഷാ നടത്തിപ്പ് ഏജൻസികളുടെ വിശ്വാസ്യത പൂർണ്ണമായും നഷ്ടപ്പെട്ടെന്നാണ്. ഇത്രയും ഗുരുതരമായ ഒരു പ്രശ്നം ഉണ്ടായിട്ട് ഇന്ത്യയിലെ ആകമാനമുള്ള ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവിയെ തന്നെ കരുതലിലാക്കിയ ഈ സംഭവം ഉണ്ടായിട്ട് ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നമ്മുടെ വിദ്യാർത്ഥികളോട് ഒരു ആശ്വാസ വാക്കുപോലും പറഞ്ഞിട്ടില്ല എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കണം. പ്രധാനമന്ത്രിയുടെ സമീപനം എന്താണ് എന്നതിന് തെളിവാണ്. അഴിമതിക്കാർക്ക് കൂട്ടുനിൽക്കുന്ന കുടപിടിക്കുന്ന ഒരു നിലപാടാണ് പ്രധാനമന്ത്രിയും കേന്ദ്ര സർക്കാരും സ്വീകരിച്ചിരിക്കുന്നത്. രാഹുൽ ഗാന്ധി മുന്നോട്ട് വെക്കുന്ന സമരാഹ്വാനം കൊല്ലം ജില്ലയിലും DCCയുടെ നേതൃത്വത്തിൽ ശക്തമായും സജീവമായും സംഘടിപ്പിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ കുടുംബവും മുഖ്യമന്ത്രിയും വലിയൊരു ഭൂമി തട്ടിപ്പ് നടത്തി, ഏതാണ്ട് വലിയ അനധികൃതമായ ഭൂമി തട്ടിപ്പ് നടത്തി 200 കോടി രൂപ അഴിമതി നടത്തി എന്നുള്ള വാർത്തകളും വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാ തരത്തിലും BJPയുടെ പൊയ്മുഖം അഴിഞ്ഞു വീണുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. പരീക്ഷകൾ ക്രമക്കേട്, അമ്പലങ്ങൾ കൊള്ളയടിക്കപ്പെടുന്നു. BJPയുടെ മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും അഴിമതിയുടെ കൂത്തരങ്ങായി മാറിയിരിക്കുന്നു. ഇവിടെയൊന്നും അന്വേഷണ ഏജൻസികൾ പോകുന്നില്ല, ഇവിടെയൊന്നും ED പോകുന്നില്ല, ഇൻകം ടാക്സ് പോകുന്നില്ല, CBI പോകുന്നില്ല, മറ്റൊരു അന്വേഷണ ഏജൻസി ഒരു BJPക്കാരനെയും ഒരു RSSനെയും നേതാക്കളെയും അവരുടെ വീടുകളിൽ പോവുകയോ അവരിൽ നിന്ന് തെളിവെടുപ്പ് നടത്തുകയോ അന്വേഷണം നടത്തുകയോ ഒന്നും ചെയ്യാത്ത ഒരു സാഹചര്യമാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നത് എന്നതാണ്. അതുകൊണ്ട് വാർത്താ സമ്മേളനത്തിൽ DCC പ്രസിഡന്റ് P രാജേന്ദ്ര പ്രസാദ്, KPCC ജനറൽ സെക്രട്ടറി ഷാനവാസ് ഖാൻ, DCC വൈസ് പ്രസിഡന്റ് വിപിനചന്ദ്രൻ എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.